Hello students, welcome back. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ഡിസ്ലൊക്കേഷൻസിൽ ലീനിയർ ഡിഫക്ട്സ് പറഞ്ഞു. അതായത് എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷനും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ ഓഫ് ആറ്റം വിത്തിൻ ദി ക്രിസ്റ്റൽ ലാറ്റിസ് വിച്ച് ക്യാൻ മൂവ് അലോങ് ദി ആക്സിസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഷിയർ സ്ട്രെസ്. നമ്മളത് ഒരു വീഡിയോ ഒക്കെ വെച്ച് കണ്ടായിരുന്നു. സോ ഇന്ന് നമുക്ക് ബർഗേഴ്സ് വെക്ടർ എന്താണെന്ന് വൃത്തിയായിട്ട് നോക്കണം. അപ്പോൾ ബർഗേഴ്സ് വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു ബർഗേഴ്സ് സർക്യൂട്ട് കൺസിഡർ ചെയ്യണം. അതായത് ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലിൻ്റെ അകത്ത് ഒരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ സെർട്ടൻ നമ്പർ ഓഫ് ആറ്റംസ് വെച്ചിട്ട് ഒരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ആ സർക്യൂട്ട് ക്ലോസ് ചെയ്യാനായിട്ട് വേറെ സെപ്പറേറ്റ് സാധനങ്ങളുടെ ആറ്റംസിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഓക്കെ, ഇതൊരു പെർഫെക്റ്റ് ക്രിസ്റ്റലാണ്, ഇതിൻ്റെ അകത്ത് ഇംപെർഫെക്ഷൻ ഇല്ല, ഈ പറഞ്ഞ എഡ്ജ് ഡിഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലിൻ്റെ അകത്ത് ഈ ബർഗേഴ്സ് സർക്യൂട്ട് ക്ലോസ് ചെയ്യാനായിട്ട്, അതായത് സെയിം നമ്പർ ഓഫ് ആറ്റംസിന്റെ ഇടയിലുള്ള സർക്യൂട്ട് ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് വെക്ടറിന്റെ ഒന്നും ആവശ്യമില്ല. ബട്ട് ഇൻ എ ഡിസ്ലൊക്കേറ്റഡ് പ്ലെയിൻ ആഡ് ചെയ്യുമ്പോൾ ഒരു ഡിഫക്റ്റീവ് പ്ലെയിൻ ഒക്കെ ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ട് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സെർട്ടൻ എമൗണ്ട് ഓഫ് വെക്ടർ ഇവിടെ ആഡ് ചെയ്യണം. കണ്ടോ, ഇവിടെ ലെങ്ത് കൂടുതലാണ്, ഇവിടെ താഴെ ലെങ്ത് കുറവാണ്, അത്രയും നോക്കിയാൽ മതി. അപ്പോൾ ഈ സെർട്ടൻ ലെങ്ത് ഓഫ് ആറ്റം ഈ ലെങ്ത് ഓഫ് വെക്ടർ ആഡ് ചെയ്താൽ മാത്രമാണ്, അത് ഇൻ എ സെർട്ടൻ ഡയറക്ഷൻ ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ബർഗേഴ്സ് സർക്യൂട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. സച്ച് എ വെക്ടർ ഈസ് നോൺ ആസ് ബർഗേഴ്സ് വെക്ടർ. അതായത് ദി വെക്ടർ വിച്ച് ഈസ് നീഡഡ് ടു ക്ലോസ് ദിസ് സർക്യൂട്ട് ഈസ് കോൾഡ് ആസ് ബർഗേഴ്സ് വെക്ടർ. ഓക്കെ, അപ്പോൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻസിൽ നമ്മൾ ഈ എഡ്ജ് ഡിസ്ലൊക്കേഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ബർഗർ വെക്ടർ എടുക്കുക. ഇനി നമ്മൾ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ആണെങ്കിലോ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ട്വിസ്റ്റിംഗ് ബൗണ്ടറി ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻസ്. ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മൾ ഇതിനെ താഴേക്കും മുകളിലേക്കും പിടിച്ച് വലിക്കുമ്പോൾ ഈ പ്ലെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ബർഗേഴ്സ് വെക്ടർ എന്തായിരിക്കും, ഈ മൂവ് ചെയ്ത് കഴിഞ്ഞ ഭാഗത്ത് ഇവിടെ ശ്രദ്ധിച്ചറിയാം. കണ്ടോ, ഈ മൂവ് ചെയ്ത് കഴിഞ്ഞ ഭാഗത്ത് ഒരു ഇത്തിരി സ്പേസ് മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബർഗേഴ്സ് സർക്യൂട്ട് ക്ലോസ് ചെയ്യാൻ അത്രയും സ്പേസിലുള്ള ആ വെക്ടർ അല്ല വേണ്ട. അപ്പോൾ അവിടെ ഒരു ആരോ മാർക്ക് ഇട്ട് ആ ലെങ്ത്തിലും ഡയറക്ഷനിലും റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടറാണ് അവിടുത്തെ ബർഗേഴ്സ് വെക്ടർ. കണ്ടോ, ഇവിടുത്തെ ബർഗേഴ്സ് സർക്യൂട്ട് ഓക്കെ കണ്ടോ. അപ്പോൾ ഇവിടുത്തെ ബർഗേഴ്സ് സർക്യൂട്ടിന്റെ സ്ക്രൂ ഡിസ്ലൊക്കേഷനിൽ ബർഗേഴ്സ് വെക്ടർ എങ്ങനെയായിരിക്കും, പാരലൽ ടു ദി ലൈൻ ഓഫ് ഡിസ്ലൊക്കേഷൻ ആയിരിക്കും. മറ്റോടത്ത് ലൈൻ ഓഫ് എഡ്ജ് ഡിസ്ലൊക്കേഷനിലാണെങ്കിലോ ലൈൻ ഓഫ് ഡിസ്ലൊക്കേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമുക്ക് ബർഗേഴ്സ് വെക്ടർ കടന്നിരുന്നത്. ഇവിടെ സ്ക്രൂ ഡിസ്ലൊക്കേഷന് ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് ഡിസ്ലൊക്കേഷൻ, അതിന് പാരലൽ ആയിട്ടാണ് ബർഗേഴ്സ് വെക്ടർ കിടക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സർഫസ് ഡിഫക്റ്റുകൾ പറയാം. സർഫസ് ഡിഫക്റ്റിൽ ഓൾറെഡി നമ്മൾ 3 സാധനങ്ങൾ പറഞ്ഞതാണ്. ഗ്രെയിൻ ബൗണ്ടറി എന്താന്ന് പറഞ്ഞു, ടിൽറ്റ് ബൗണ്ടറി എന്താന്ന് പറഞ്ഞു, ട്വിൻ ബൗണ്ടറീസ് എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് സ്റ്റാക്കിംഗ് ഫോൾട്ടിലേക്ക് ഓടിക്കാം. സ്റ്റാക്കിംഗ് ഫോൾട്ട് ഒന്നുമില്ല. സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ക്ലോസ് പാക്കിംഗ് പഠിച്ചിരുന്നു. എ ബി സി ടൈപ്പ് ക്ലോസ് പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു. ഓക്കെ, ആ ക്ലോസ് പാക്കിംഗ് സീക്വൻസിൽ ഉള്ള വ്യത്യാസമാണ്. അതായത് ഒരു ലെയർ ബൈ ലെയറിൽ അഡീഷനിലാണ് നമ്മൾ മെറ്റീരിയൽസ് ആഡ് ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ലെയർ ബൈ ലെയർ അഡീഷനിലെ സ്റ്റാക്കിങ്ങിൽ വ്യത്യാസം വരുമ്പോഴാണ് നമ്മളതിനെ സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ FCC സ്ട്രക്ചർ അല്ലെങ്കിൽ HCP സ്ട്രക്ചറിന് എ ബി സി ടൈപ്പ് സ്റ്റാക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റാക്കിങ്ങിന്റെ സീക്വൻസ് ABC-യിൽ രണ്ടാമത്തെ ABC-യിൽ നോക്കിയേ ഒരു ബി മിസ്സിംഗ് ആണ്. അപ്പൊ അങ്ങനത്തെയുള്ള ടൈപ്പുകൾ നമുക്ക് സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയും. ഇനി അനദർ എക്സാമ്പിൾ ഓഫ് സ്റ്റാക്കിംഗ് ഫോൾട്ട് ഈസ് കോൾഡ് ആസ് ട്വിൻ സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മിറർ ലൈക്ക് പ്ലെയിൻ അതിന്റെ ഇടയിൽ വരും. നോക്കി ABC ACB CA. അപ്പോൾ ഇവിടെ ബിന്റെ അക്രോസ് ആയിട്ട് AC എന്ന് പറഞ്ഞ സാധനം മിറർ ആയിട്ട് എടുക്കല്ലേ. നോക്കി AC എന്ന് പറഞ്ഞ സ്റ്റാക്കിംഗ് മിറർ ആയിട്ട് എടുക്കല്ലേ. നോക്കി അതിനാണ് നമ്മൾ ട്വിൻ സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വോളിയോമെട്രിക് ഡിഫക്ട്സ് ആണ്. വോളിയോമെട്രിക് ഡിഫക്ട്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോയിഡ്സ് ആൻഡ് ഇൻക്ലൂഷൻസ് ആണ്. അതായത് നമ്മുടെ ബൾക്ക് ഓഫ് ദി മെറ്റീരിയലിന്റെ അകത്ത് പ്രസന്റ് ആയിരിക്കുന്ന ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ ബൾക്ക് ഡിഫക്ട്സിനെയാണ് നമ്മൾ വോളിയോമെട്രിക് ഡിഫക്ട്സ് എന്ന് പറയാം. ഇനി വോയിഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിഡ് എന്ന് വെച്ചാൽ എന്താണ്, വോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബൾക്ക് ഓഫ് ദി മെറ്റീരിയലിന്റെ അകത്ത് ഒരു വോയിഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആറ്റംസ് അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർ മിസ്സിങ് ആവാന്നുള്ളതാണ്. അപ്പോൾ വോയിഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിൽ ആറ്റംസിന്റെ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ലാറ്റിസിൽ നിന്ന് മിസ്സിങ് ആയിരിക്കുന്ന കേസുകൾ. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മോൾട്ടൺ മെറ്റീരിയൽ തണുപ്പിക്കുകയാണ്, ഒരു മോൾട്ടൺ മെറ്റൽ തണുപ്പിച്ച് നമ്മൾ സോൾഡ് ആക്കുകയാണ്. അപ്പോൾ ഈ സോൾഡ് ഇപ്പോൾ കാസ്റ്റിംഗ് ഒക്കെ നിങ്ങൾ നെക്സ്റ്റ് സെമ്മിൽ മാനുഫാക്ചറിങ് ടെക്നോളജി പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ പോറോസിറ്റി ഒക്കെ പഠിക്കും. അതായത് നമ്മൾ
കാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു മെറ്റലിനെ ലിക്വിഡാക്കി അത് തണുപ്പിക്കുന്ന സമയത്ത് അതിന്റെ സെർട്ടൻ പ്രോപ്പർട്ടീസ് കാരണം ചിലപ്പോൾ അതിൻ്റെ അത് നമ്മൾ ഗ്യാസ് എൻട്രാപ്ഡ് ആയി പോവാം, ബബിൾസ് എൻട്രാപ്ഡ് ആയി പോവാം. അപ്പോൾ ബബിൾസ് എൻട്രാപ്ഡ് ആയി പോയി കഴിയുമ്പോൾ എന്താ പറ്റുക, ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ ശരിക്കും അവിടെ മെറ്റൽ ആറ്റംസ് ഇല്ലാത്തൊരു വേറൊരു വോയിഡ് സ്പേസ് അവിടെ വന്നേക്കാണ്. സച്ച് സ്പേസസ് ആർ കോൾഡ് as voids. അപ്പോൾ ബബിൾസ് എൻട്രാപ്ഡ് ആയിട്ട് ബൾക്കിന്റെ അകത്ത് ചെറിയ ചെറിയ ബബിൾസ് എൻട്രാപ്ഡ് ആയി പോകുന്ന സാധനങ്ങളാണ് നമ്മൾ പോറോസിറ്റി എന്ന് പറയാം. വേറെ സ്കാവിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോൾട്ടൻ മെറ്റൽ തണുക്കുന്ന സമയത്ത് ഈ സർട്ടൻ ക്യാവിറ്റീസ് ഫോം ചെയ്യാറുണ്ട്. അതായത് ഏത് സാധനം തണുക്കുമ്പോഴും ഈ സാധനം കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഷ്രിങ്കേജ് കാരണം, അതിനെ നമ്മൾ ഷ്രിങ്കേജ് എന്ന് പറയാം, മെറ്റൽ കോൺട്രാക്ട് ചെയ്യുന്നതിന് ഷ്രിങ്കേജ് എന്ന് പറയും. ഈ ഷ്രിങ്കേജ് കാരണം സർട്ടൻ ക്യാവിറ്റീസ് ഇതിൻ്റെ അകത്ത് ഫോം ചെയ്യാം. അതിന്റെ ഷേപ്പ് കാരണമോ അതിന്റെ മോൾഡിന്റെ ഷേപ്പ് കാരണം, നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഷേപ്പ് കാരണം ഇതിൻ്റെ അകത്ത് സർട്ടൻ ക്യാവിറ്റീസ് ഫോം ചെയ്യും. ആ ടൈപ്പ് ക്യാവിറ്റീസിനെയാണ് നമ്മൾ ക്യാവിറ്റേഷൻ എന്ന് പറയാം. ദെൻ അനദർ ടൈപ്പ് ഓഫ് പോളിമെട്രിക് ഡിഫക്ട്സ് ഈസ് കോൾഡ് ആസ് ഇൻക്ലൂഷൻ. ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫോറിൻ മെറ്റീരിയലിന്റെ പ്രസൻസിനെയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ വെൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്താ പറ്റുക, വെൽഡ് ചെയ്യുന്ന സ്ഥലത്തുള്ള മെറ്റീരിയൽ മോൾട്ടൺ ആയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വേറൊരു ഒരു ഫ്ലക്സ് മെറ്റീരിയൽ ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ജോയിന്റ് കിട്ടാൻ വേണ്ടി യൂഷ്വലി സെയിം ബേസ് മെറ്റലിന്റെ ഫ്ലക്സ് തന്നെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം, ഒരു MS-ന്റെ ഷീറ്റ് നമുക്ക് വെൽഡ് ചെയ്യണം. അപ്പോൾ 2 ഷീറ്റുകൾ അടുപ്പിച്ചിട്ട് ഒരു ബഡ് ജോയിന്റിൽ നമ്മൾ വെൽഡ് ചെയ്യാന്ന് വെച്ചോ. വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ MS-ന്റെ റോഡ് തന്നെ വെച്ച് വെൽഡ് ചെയ്യും. അപ്പോൾ ആ വെൽഡ് ചെയ്യുന്ന ഭാഗത്തുള്ള സാധനം മാത്രം ഉരുകിയിട്ട് അവിടെ നമ്മൾ MS-ന്റെ റോഡ് ഉരുക്കി ചേർക്കുന്ന പോലെ. പക്ഷേ ഈ MS-ന്റെ റോഡ് എക്സാക്ട്ലി അവിടെ തന്നെ MS-ന്റെ റോഡ് മാത്രമായിരിക്കണം എന്നില്ല ഉരുക്കി ചേരുന്നത്. ഈ നമ്മുടെ വെൽഡ് ചെയ്യുന്ന റോഡില്ലേ, ആ റോഡിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്ന സാധനമൊക്കെ ആഡ് ചെയ്യും. ഇംപ്യൂരിറ്റീസ് ഒന്നും വന്ന് കയറാണ്ടിരിക്കാൻ, ഓക്സിഡേഷൻ ഒക്കെ സംഭവിക്കാണ്ടിരിക്കുന്നു. അപ്പോൾ ഇൻ സച്ച് കേസസ് നമ്മൾ ചില ഈ ഫ്ലക്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മൾ മോൾട്ടൻ മെറ്റീരിയൽ ആയി കഴിയുമ്പോൾ അത് ഒന്നുകിൽ വേപ്പറായി പോകാനും അല്ലെങ്കിൽ അതിന്റെ സർഫസിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാനൊക്കെ ആയിട്ടായിരിക്കും. പക്ഷെ ചില കണ്ടീഷനിൽ ചിലപ്പോൾ നമ്മൾ വെൽഡ് ചെയ്യുന്ന രീതിയൊക്കെ തെറ്റാവുന്ന കാരണം ഈ ഇംപ്യൂരിറ്റി ആയിട്ടുള്ള, അതായത് ബേസ് മെറ്റൽ ആയിട്ടുള്ള മൈൽഡ് സ്റ്റീലിന് പകരം നമ്മൾ മുകളിൽ പ്രൊട്ടക്ട് ചെയ്യാൻ ചേർത്തേക്കുന്ന സാധനം ചിലപ്പോൾ ഈ മോൾട്ടൻ മെറ്റീരിയലിന്റെ ഉള്ളിൽ ട്രാപ്പായി പോവാം. അപ്പോൾ ഈ മെറ്റലിന്റെ സ്ട്രെങ്ത്തിനേക്കാളും വളരെ കുറഞ്ഞ ഒരു എന്താ പറയാ, മണ്ണ് പോലത്തെ ഒരു സാധനമാണെന്ന് പറയുകയാണെങ്കിൽ, ഒരു സെറാമിക് ടൈപ്പ് സാധനം, അതിന് ഒരു ബ്രിറ്റിൽ മെറ്റീരിയലാണ്. അപ്പോൾ മെറ്റലിന്റെ അകത്ത് ഈ ബ്രിറ്റിൽ മെറ്റീരിയൽ കിടക്കുമ്പോൾ അതിന്റെ സ്ട്രെങ്ത്തിന് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അഫക്ട് ചെയ്യും. ആ ലോക്കൽ ഏരിയയിൽ സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ ഈ സ്ലാഗ്, ഇപ്പോൾ അതിന് സ്ലാഗ് എന്ന് പറയാം, ഫ്ലക്സും ഇതും കൂടി മെൽറ്റ് ചെയ്തിട്ട് ഇംപ്യൂരിറ്റീസ് ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് സ്ലാഗ് ആയിട്ട് ഫ്ലോട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ സ്ലാഗ് ചില സമയത്ത് മോൾട്ടൻ മെറ്റീരിയലിന്റെ ബൾക്കിൽ ട്രാപ്പായി പോകും. അപ്പൊ അങ്ങനത്തെ ഉള്ള കേസുകളാണ് നമ്മൾ ഇൻക്ലൂഷൻ എന്ന് പറയാം. ഇനി പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ ചില ഇംപ്യൂരിറ്റി, നമ്മൾ പറഞ്ഞു ഓൾറെഡി, നമ്മൾ മെറ്റലിന്റെ അകത്ത് ചില ഇംപ്യൂരിറ്റി ആറ്റംസ് ഒക്കെ ഉണ്ടാവും, വേറെ ഏതെങ്കിലും ടൈപ്പ് ആറ്റംസ് ഒക്കെ ഉണ്ടാവും. ഈ ആറ്റംസ് സെർട്ടൻ കണ്ടീഷൻസിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതായത് ചില ആറ്റംസ് ക്ലസ്റ്റർ ചെയ്ത് സെയിം പൊസിഷനിൽ, ഒരുപാട് ഇംപ്യൂരിറ്റി ആറ്റംസ് സെയിം പൊസിഷനിൽ വന്നിരിക്കും. നമ്മൾ നേരത്തെ പോയിന്റ് ഡിഫക്ട്സ് ഒക്കെ പറഞ്ഞു, 1-2 അവിടെ കിടക്കണേ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഈ സെർട്ടൻ ആറ്റംസ്, ഈ ഇംപ്യൂരിറ്റി ആറ്റംസ് ക്ലസ്റ്റർ ചെയ്ത് ഒരുപാട് ആറ്റംസ് ഒരുമിച്ച് ഒരു റീജിയനിൽ അനദർ ഫേസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വേറൊരു ഫേസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയും. ഓക്കെ, ദെൻ നമുക്ക് ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അനദർ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ സിലബസ് ആണ് നമ്മുടെ ഫ്രാങ്ക് റീഡ് സോഴ്സ് എന്ന് പറയാം. അതായത് നമ്മൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കുന്ന സമയത്ത് ദർ വിൽ ബി ലോട്ട് ഓഫ് ഡിസ്ലൊക്കേഷൻസ് ആൻഡ് ഇംപ്യൂരിറ്റീസ് ഒക്കെ ഫോം ചെയ്യും. ഡിസ്ലൊക്കേഷൻസും, അതായത് ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലൊരു നിയർലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ഉണ്ടെന്ന് വെച്ചോ, ഒരു ഡയമണ്ട് ക്രിസ്റ്റൽ ഉണ്ടെന്ന് വെച്ചോ, വേണ്ട ഡയമണ്ട് തന്നെ ആണെന്നല്ല, സഫയറിന്റെ ക്രിസ്റ്റൽ ആണെന്ന് വെച്ചോ. ഈ ക്രിസ്റ്റലിന്റെ അകത്ത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും, ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ് ലൈൻ ആയാലും എന്ത് ടൈപ്പ് ആയാലും ഒരുപാട് ടൈപ്പ് ഡിഫക്റ്റുകൾ നമ്മൾ പറഞ്ഞു. ഈ ക്രിസ്റ്റൽ ഡിഫക്റ്റുകളുടെ പ്രസൻസ് എന്തായിരിക്കും, യൂഷ്വലി അതൊരു ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇനി പ്ലാസ്റ്റിക് ഡിഫോർമേഷന്റെ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സെർട്ടൻ ഡിഫോർമേഷൻസ് കൂടും. ചിലത് ഗ്രെയിൻ ബൗണ്ടറീസിൽ വന്ന് സ്റ്റാക്ക് ചെയ്ത് കിടക്കും, കുറെ ഗ്രെയിൻ ബൗണ്ടറീസിൽ വന്നിട്ട് അടിഞ്ഞുകൂടിയൊക്കെ കിടക്കും. ചില സമയത്ത് അത് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യും.
അപ്പോൾ ഈ മൾട്ടിപ്ലൈ ചെയ്താൽ പോലും ഒന്നില്ലെങ്കിൽ എന്താ പറയാ, ഈ ഡിസ്ലൊക്കേഷൻസ് മൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ തന്നെ രണ്ട് രീതിയിലുണ്ടാവും. പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. ഒരെണ്ണം മുകളിൽ നിന്ന് താഴേക്കുള്ള പ്ലെയിൻ ആണെങ്കിൽ താഴെ നിന്ന് മുകളിലേക്കുള്ള പ്ലെയിൻ ഉണ്ടാവും. ഇവർ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും അടുത്തടുത്തേക്ക് ഇപ്പോഴും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അട്രാക്ട് ചെയ്തിട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ശരിക്കും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു പ്ലെയിൻ മുകളിൽ വന്ന് ആഡ് ചെയ്തേക്കുന്നത്, ഒരു പ്ലെയിൻ താഴെ വന്ന് ആഡ് ചെയ്തേക്കാണ്. അപ്പോൾ അവർ അടുത്തടുത്ത് വന്നു കഴിയുമ്പോൾ രണ്ട് പ്ലെയിനും കൂടി ഒരുമിച്ച് കൂടിച്ചേർന്ന് ഒരു പുതിയ പ്ലെയിനായിട്ട്, ഡിസ്ലൊക്കേഷൻ ഇല്ലാത്ത പ്ലെയിനായിട്ട് മാറും. അപ്പോൾ നോർമലാണ്. ഒരു പോസിറ്റീവ് ഡിഫക്റ്റ് നെഗറ്റീവ് ഡിഫക്റ്റിനെ അട്രാക്ട് ചെയ്ത് അത് രണ്ട് തമ്മിൽ ക്യാൻസലൊക്കെ ചെയ്തു പോകും, കില്ല് ചെയ്തൊക്കെ പോകും. പക്ഷെ അതല്ലാണ്ട് തന്നെ ഒരുപാട് ഡിസ്ലൊക്കേഷൻസ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. നമ്മളൊരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കും. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്താണ്? നമ്മളൊരു ഇലാസ്റ്റിക് ലിമിറ്റിന് അപ്പുറത്തേക്ക് നമ്മൾ സ്ട്രെസ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മെറ്റീരിയലിന്റെ ലെങ്ത് വളരെയധികം സ്ട്രെയിൻ കൂടും. സച്ച് കണ്ടീഷൻസ് ആർ നോൺ ആസ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. ഈ പ്ലാസ്റ്റിക് ഡിഫോർമേഷന്റെ സമയത്ത് നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ഷേപ്പിലേക്ക് വരത്തില്ല. ഓക്കെ, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്. സോ നമ്മളിനി പഠിക്കാൻ പോകുന്ന ക്രോസ് സ്ലിപ്പും അതുപോലെ തന്നെ വേക്കൻസി കണ്ടൻസേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് തരത്തിൽ ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻസ് ക്രിസ്റ്റലിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാവാം. പക്ഷേ ഇതിന്റെ എണ്ണം നമുക്ക് ഒരുപാട് ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ് ഉണ്ടായാലും ആ ഇംപെർഫെക്ഷൻസ് കൊണ്ട് നമുക്ക് ശരിക്കും പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര ഇംപെർഫെക്ഷൻസ് ഉണ്ടാവുന്ന വരില്ല. ഇപ്പോൾ ഒരു 10,000 ഒരു 20,000 ഇംപെർഫെക്ഷൻസ് ഉണ്ടായാലും നമ്മുടെ ഒരു ക്രിസ്റ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ കോടിക്കണക്കിന് ആറ്റംസ് ഉണ്ടാവും. അപ്പൊ അത് ശരിക്കും പറഞ്ഞപ്പോൾ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അതിന്റെ ലെങ്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിഫോർമേഷൻ ഉണ്ടാവണമെന്നില്ല. ബട്ട് ഫ്രാങ്ക് സോഴ്സ് ഓഫ് ഇംപെർഫെക്ഷൻസ് ഫോർമേഷൻ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ ഫോർമേഷൻ ആണ് ഇതിന്റെ മേജർ മെക്കാനിസം. ഓക്കെ, ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇനീഷ്യലി എൻ്റെ ക്രിസ്റ്റലിന്റെ അകത്ത് നമ്മൾ ഷിയർ സ്ട്രെസ് ഒന്നും കൊടുക്കുന്നേക്കാൾ മുമ്പ് നമ്മൾ ഷിയർ സ്ട്രെസ് കൊടുത്തിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാക്കുന്നത്. നോർമൽ സ്ട്രെസ് കൊടുത്താലും നമ്മൾ മറ്റേ സ്മിത്ത് ലോയിൽ പഠിച്ചിരുന്നത് അത് ഷിയർ സ്ട്രെസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്ന സമയത്താണ് ഡിസ്ലൊക്കേഷൻസ് മൂവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ എടുക്കട്ടെ. അപ്പോൾ എൻ്റെ കയ്യിലൊരു പ്ലെയിൻ ഉണ്ട്. നോക്കിയേ, ഈ പ്ലെയിൻ AB എന്ന് പറയുന്ന പ്ലെയിനിൽ ഇതൊരു ലൈൻ ഡിഫക്റ്റ് ആണ്. ഈ ലൈൻ ഡിഫക്റ്റിന്റെ എൻ്റെയും ബിന്റെയും പോയിന്റുകളുടെ അപ്പുറത്തേക്ക് എന്തില്ല ഇംപെർഫെക്ഷൻസ് ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഒറ്റ ലൈൻ ഡിഫക്റ്റിന്റെ കാര്യമാണ് ഈ പറയണത്. സോ ഞാൻ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സാധനം ഡിഫോം ചെയ്യും, ഒരു സർട്ടൻ റേഡിയസ് ഓഫ് കർവേച്ചറിൽ വെച്ച് ഡിഫോം ചെയ്തു. എന്നിട്ട് അത് ഡിഫോം ചെയ്ത് ഈ സാധനം ഷിയർ സ്ട്രെസിന്റെ ആപ്ലിക്കേഷനോട് ഈ സാധനം പിന്നെയും ഡിഫോം ചെയ്ത് ഒരു സർക്കുലർ റേഡിയസ് ഓഫ് കർവേച്ചർ പിന്നെയും ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരും. അറ്റ് സർട്ടൻ പോയിന്റ്സ് എന്ത് ഈ എൻ്റെയും ബിന്റെയും പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ അടുത്തേക്ക് വരും. കണ്ട, അപ്പൊ ഒരു രണ്ട് പോയിന്റുകൾ MM N എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ ഈ പറഞ്ഞ ഷിയർ സ്ട്രെസിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. MN എന്ന് പറയുന്ന പോയിന്റുകൾ ഇങ്ങനെ അടുത്തടുത്തേക്ക് വരും. എയും ബിയും അപ്പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ഈ MN പോസിറ്റീവും നെഗറ്റീവും സൈൻ ആയിരിക്കും. അപ്പൊ അവർ രണ്ടുപേരും തമ്മിൽ ജോയിൻ ചെയ്ത് പുതിയൊരു ഡിസ്ലൊക്കേഷൻ ലൈൻ ഉണ്ടാവും. ഈ സാധനം പിന്നെയും ഡിഫോം ചെയ്ത് പിന്നെയും കൺവല്യൂട്ടഡ് ആയിട്ട് ഈ പിയും ക്യൂവും ഇതിന്റെ അകത്ത് ഇതുപോലെ വട്ടമാവാം ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നിടത്തോളം കാലം. അതുപോലെ തന്നെ ഈ സാധനവും ഇങ്ങനെ ഡിഫോം ചെയ്ത് ഇതിന്റെ റേഡിയസ് ഒക്കെ വെച്ചിട്ട് പിന്നെയും ഇൻക്ലൂഡ് ആയി. അങ്ങനെ ഒരുപാട് നേരത്തെ AB എന്ന് പറഞ്ഞ ഡിസ്ലൊക്കേഷൻ ലൈൻ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇവിടെ വലിയൊരു ലൈനാണ് ഇനി ഫൈനലി നമുക്ക് കിട്ടിയ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാധനം ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടായി നമുക്ക് 2 to 6 ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് വരെ. ഇപ്പോൾ ആദ്യം 2 ആണെന്നുണ്ടെങ്കിൽ 2/2 മുതൽ 2/6 വരെ മാഗ്നിറ്റ്യൂഡ് ഉള്ള സാധനങ്ങൾ. ഇപ്പോൾ 2 എന്നല്ല 10ഉം 100s ഒക്കെ ആയിരിക്കും. അപ്പൊ അത്രയും ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഡിസ്ലൊക്കേഷൻസ് വരെ ഫ്രാങ്ക് റിസോഴ്സിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ ഫ്രാങ്ക് റിസോഴ്സ് എന്ന് പറയാം. മേജർ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ ഫോർമേഷന്റെ കാരണങ്ങളിൽ ഒന്നാണ് ഫ്രാങ്ക് റിസോഴ്സ്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.